വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ അറസ്റ്റുകളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം പോലീസ്. പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത് എന്ന് പറഞ്ഞാൽ അഫാന്റെ പിതൃമാതാവ് അല്ലേ? അതെ. പാങ്ങോട് മെഡിക്കൽ കോളേജിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയുമായി നെടുമങ്ങാട് കോടതിയിലേക്ക് പോകും എന്നുകൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. മലപ്പുറം വേങ്ങരയിൽ ലഹരിക്കടിമയായ യുവാവ് അമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ചു. വേങ്ങര ചെനക്കലിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. ചെനക്കൽ സ്വദേശി സൽമാനെ പോലീസ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. വിപിൻ സി വിജയൻ ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. വിപിൻ, ആ വാർത്ത കാണുമ്പോൾ വിപിനോട് ചോദിക്കാൻ അല്ലെങ്കിൽ പറയാൻ തോന്നുന്നത് അടിച്ചല്ലേ ഉള്ളൂ, കൊന്നില്ലല്ലോ, ഭാഗ്യം. അതെ, ഓരോ ദിവസം കഴിയുമ്പോഴും ഈ രാസലഹരിയുടെ ഒരു ഗൗരവം വളരെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വളരെ ഗൗരവത്തോട് തന്നെ കാണണം എന്നുള്ളത് തന്നെയാണ് നിലവിലെ അവസ്ഥ. ഇതിപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായതാണ്. അപ്പോൾ സൽമാൻ വീട്ടിൽ ഉണ്ടാവുമ്പോൾ ഉമ്മയെ അടിക്കുന്നു, സഹോദരിയെ അടിക്കുന്നു, അയൽവാസിയൊക്കെ അടിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നാട്ടുകാരും പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തി പിന്നീട് ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ആക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഈ ചെനക്കൽ എന്നുള്ള പ്രദേശത്താണ്. ഇവിടെ ലഹരിക്കെതിരെ ഒരു വലിയ കൂട്ടായ്മ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ അയൽവാസികൾ നമ്മുടെ കൂടെ ചേരുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം. അപ്പോൾ ഈ ടൈമിലാണ് 10-10:30 ഈ ടൈമിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ട് വീട്ടിൽ വന്നപ്പോഴാണ് ഇവൻ്റെ പരാക്കം ഇത് കാണുന്നത്. നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം? അപ്പോൾ എൻ്റെ നേരെ കയറി. അപ്പോൾ ഞാൻ സ്വാഭാവികമായി ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വീട്ടിലും പരിസരത്തും ഒക്കെ എന്താ വെച്ചാൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടുന്ന് ഒന്ന് മാറി. ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് ശാന്തനായതിന് ശേഷം വീണ്ടും വന്നു. എൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ടപ്പോൾ ഉമ്മയോട് ചോദിച്ചു, എന്താണ് അവൻ്റെ പ്രശ്നം? വല്ല മാനസിക പ്രശ്നങ്ങളോ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ എന്തെങ്കിലും ചെയ്യാം. സാമ്പത്തിക ഞെരുക്കുള്ള കുടുംബമാണ്. അപ്പോൾ സാമ്പത്തികമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ഈ കുട്ടിയെ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിന് പരിഹാരം കാണാമെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, പിന്നെ പല ഡോക്ടറെയും കണ്ടതാണ്, പല ചികിത്സയും ചെയ്തതാണ്, അതിനുള്ളൊരു ഗുണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടിമയാണോ? അപ്പോഴാണ് ഞാൻ ഉമ്മാനോട് ചോദിച്ചത്, കുട്ടി പിന്നെ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കണമായി നിങ്ങളെ ഇതിലുണ്ടോ ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ആ കുട്ടീൻ്റെ കണ്ണ് ആ രീതിയിലാണ് പറയേണ്ടത്. അപ്പോൾ മുമ്പ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഇല്ല എന്നുള്ള അറിവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, അല്ലവാ അതിന് മേലെ ഉള്ള എന്തോ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ വരൂല എന്ന് പറഞ്ഞു. ഉമ്മയെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മൻ്റെ അടിച്ച് പിന്നെ 3 പല്ല് പോയിട്ടുണ്ട്. 2 വെപ്പ് പല്ലും ഒരു നോർമൽ പല്ലും, അത് 3 പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് ഈ ഉമ്മ. അപ്പോൾ അടുത്തുള്ള വീടുകളെല്ലാം ഗിൽസെല്ലാം പൂട്ടി വാതിലെല്ലാം അടച്ച് ഉള്ളിലിരിക്കുകയാണ്. അവരൊക്കെ വാതിലൊക്കെ പേടിച്ച് അടക്കുകയാണ്. ഈ ഉമ്മ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയിട്ടാണോ രക്ഷപ്പെട്ടത്? തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് ഞാൻ ഈ സ്ത്രീയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നിങ്ങളും നാട്ടുകാരും പോയതിനു ശേഷമാണോ പുള്ളി ഒന്ന് കീഴ്പ്പെടുത്താനെങ്കിലും സാധിച്ചത്? തീർച്ചയായിട്ടും. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് ഇതിനെന്തെങ്കിലും അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരം അവിടെ ഇവിടെ കേട്ട വാർത്ത നാളെ നമ്മളെ നാട്ടിലും നടക്കും എന്നുള്ളത് ബോധ്യപ്പെടുത്തിയതിൻ്റെ ശേഷം നാട്ടുകാരെല്ലാവരും ആ വീട്ടിലെത്തി. സഹോദരിയെ മർദ്ദിച്ചിട്ടുണ്ട്. ആദ്യത്തിൻ്റെ തുടക്കം സഹോദരി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇവനെ വിളിച്ചപ്പോഴാണ് സഹോദരിയെ മർദ്ദിച്ചത്. ഇത് കണ്ട് ആണ് ഈ ഉമ്മ ഈ കുട്ടിയുടെ അടുത്ത് വന്നത്. അപ്പോഴാണ് ഇത് വിളിച്ചത്. ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളത് വെച്ചാൽ അയൽവാസിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, 72 വയസ്സായ. ആ സ്ത്രീയെയും തള്ളിയിട്ട് ഇപ്പോൾ ഊരയ്ക്ക് ഇത് വന്നിരിക്കുകയാണ്. MDMAക്ക് അടിമയെന്നുള്ളതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും MDMA പോലുള്ള ഇത്തരം മാരകമായ ഉപയോഗം ഇല്ലാതെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും ആ ചേട്ടൻ പറയുന്നത് ശരിയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് തന്നെ കൃത്യമായി തന്നെ അതിനെ പറയണം. അതവിടെ ഷെമി എന്നൊരു പക്ഷേ പറയുന്നുണ്ട്, തൻ്റെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് നാണക്കേടാണെന്ന് കരുതി മറച്ചു വെക്കാതെ ബന്ധുക്കളെങ്കിലും അറിയിച്ചിരിക്കണം. വെഞ്ഞാറമൂടിലെ പ്രതിയെപ്പറ്റി ബന്ധുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു. വെഞ്ഞാറമൂടിലെ പ്രതിയെപ്പറ്റി മാത്രമല്ല, തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്നൊരു പ്രതി ഉണ്ടാവാൻ ദീർഘനാളായി ഏതാണ്ട് 1 വർഷത്തോളമായി 2 വർഷത്തോളമായി അവൻ്റെ റൂമിൽ അടച്ചിരിക്കുകയായിരുന്നു. 2 വർഷത്തോളമായി അത്തരത്തിൽ അവൻ്റെ റൂമിലെ കാര്യം കയറ്റുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ അറിഞ്ഞത് എങ്ങനെയാണ്? വിശ്രമിക്കാനിരുന്ന അച്ഛനെ വെട്ടിക്കൊന്നപ്പോഴത്തേക്ക് മാത്രമാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഏതെങ്കിലും മക്കൾ വീട്ടിനകത്ത് ദീർഘനേരം ഫോണിലൊക്കെ ഉപയോഗം ആണെന്ന് കരുതി, പ്രൈവസി എന്നൊക്കെ കരുതി ഒരു പരിധിയിൽ കൂടുതൽ മുറി അടച്ചിരുന്നാൽ ആ മുറിക്കകത്തേക്ക് അച്ഛനും അമ്മ ഇടിച്ചു കയറിയേ പറ്റുള്ളൂ.
എന്താണ് അവൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നറിയുന്നുണ്ടെങ്കിൽ അത് പുറത്തറിഞ്ഞാൽ മോന് നാണക്കേടാണ്, അവൻ്റെ ഭാവിക്ക് പ്രശ്നമാണ് എന്നൊന്നും കരുതി അത് മൂടി വെക്കാതിരിക്കാൻ ശ്രമിക്കണം. അത് പുറത്തറിയിച്ചേ മതിയാവുകയുള്ളൂ, ബന്ധുക്കളെങ്കിലും അറിയിച്ചാൽ മതിയാവുകയുള്ളൂ. കാലം അത്രയ്ക്ക് വൃത്തികെട്ട വല്ലാത്ത കാലമാണ്. പേടിപ്പിക്കാൻ പറയുന്നതല്ല, നമ്മൾ ദിനേന എന്നോണം കാണുന്ന വാർത്തകളുടെ പേടിയിൽ പറയുന്ന